ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നും നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൗ ടു പ്രിപ്പയർ OT ഫോർ LSES. LSES കേസിന് വേണ്ടി എങ്ങനെയാണ് OT പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് എക്സ്റ്റേണൽ വൈവയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വൈവയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഫുൾ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും വീഡിയോ കാണുക. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ആൻഡ് വെരിഫൈ OR പവർ സപ്ലൈ. ഓപ്പറേഷൻ തിയേറ്ററിലെ പവർ സപ്ലൈ ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതും വെരിഫൈ ചെയ്യേണ്ടതും. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജോബിന് വേണ്ടി ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പോലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ OT പ്രിപ്പയർ ചെയ്യാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആൻസർ എന്ന് പറയുന്നത് ചെക്ക് ആൻഡ് വെരിഫൈ ദ OR പവർ സപ്ലൈ എന്നുള്ളതാണ്. അത് മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് വെദർ ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഈസ് പ്രോപ്പർലി വർക്കിംഗ് ആൻഡ് ഫൈനലി ഇറ്റ് ഹാസ് ടു ബി ലോക്ക്ഡ് ആൻഡ് ഇൻ ന്യൂട്രൽ പൊസിഷൻ. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ടേബിൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ലോക്ക്ഡ് ആണോ, ന്യൂട്രൽ പൊസിഷനിലാണോ, എല്ലാ രീതിയിലുള്ള പൊസിഷൻസും ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതായത് ടിൽറ്റ്, റൈറ്റ് ടിൽറ്റ്, ലെഫ്റ്റ് ടിൽറ്റ്, ട്രെൻഡൻബർഗ്, റിവേഴ്സ് ട്രെൻഡൻബർഗ്, ഈ പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മൾ ഓൾറെഡി കേസിന് മുന്നേ തന്നെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. Then next point എന്ന് പറയുന്നത് check the suction apparatus and it has an adequate power to -300 to -400 mm Hg. നമ്മുടെ സക്ഷൻ അപ്പാരറ്റസ് കറക്റ്റ് ആയിട്ടുള്ള പവറിൽ, നെഗറ്റീവ് പ്രഷർ ആയിട്ടുള്ള -300 to -400 mm Hg വർക്ക് ചെയ്യുന്നുണ്ടോ എന്നത് കൂടി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ അനസ്തീഷ്യ വർക്ക് സ്റ്റേഷൻ ചെക്കിംഗ്. ദെൻ ചെക്ക് ചെയ്യേണ്ട കാര്യം അനസ്തീഷ്യ വർക്ക് സ്റ്റേഷൻ ആണ്. അതിൽ ചെക്ക് ചെയ്യേണ്ടത് ബാക്കപ്പ് വെന്റിലേഷൻ ആണ്. ബാക്കപ്പ് വെന്റിലേഷൻ ആയിട്ട് ഓക്സിലറി O2 സിലിണ്ടർ അറ്റ്ലീസ്റ്റ് ഹാഫ് ഫിൽഡ്, ദാറ്റ് ഈസ് 1000 PSI എങ്കിലും അറ്റ്ലീസ്റ്റ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ സിലിണ്ടർ, ഈ ടൈപ്പ് ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ അനസ്തേഷ്യ മെഷീന്റെ ബാക്കിൽ ബാക്കപ്പ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ആംബോ ബാഗും നമുക്ക് ബാക്കപ്പ് വെന്റിലേഷൻ ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ദെൻ അനസ്തേഷ്യ മെഷീനിൽ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഹൈ പ്രഷർ സിസ്റ്റം, ഇന്റർമീഡിയറ്റ് പ്രഷർ സിസ്റ്റം ആൻഡ് ലോ പ്രഷർ സിസ്റ്റം. അതിൽ ഹൈ പ്രഷർ സിസ്റ്റത്തിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിലിണ്ടർ ആണ്. അതായത് ഓക്സിജൻ സിലിണ്ടറും നൈട്രസ് ഓക്സൈഡ് സിലിണ്ടറും. ഓക്സിജൻ അറ്റ്ലീസ്റ്റ് ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അതായത് 1000 PSI ഉണ്ടായിരിക്കണം. അതോടൊപ്പം നൈട്രസ് ഓക്സൈഡിന്റെ പ്രഷർ ഗേജും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ ഇന്റർമീഡിയറ്റ് പ്രഷർ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ദ പ്രഷർ ഓഫ് പൈപ്പ് ലൈൻ സിസ്റ്റം. പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് 50 to 60 PSI ആണ്. അത്രയുമെങ്കിലും നമുക്ക് അനസ്തീഷ്യ മെഷീനിൽ പ്രഷർ ഉണ്ടോ എന്നുള്ളത് പ്രഷർ ഗേജ് നോക്കി നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് O2 പ്രഷർ ഫെയിലിയർ അലാം. O2 ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ, അതായത് O2ന്റെ പ്രഷർ ഫെയിൽ ആകുന്ന സമയത്ത് അലാം അടിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ O2 ഫ്ലഷ്, അതായത് നമുക്കറിയാം ഒരു O2 ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ആണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അനസ്തേഷ്യ മെഷീനെ പറ്റി പറഞ്ഞ സമയത്ത്. അപ്പോൾ കമന്റിലൊന്ന് പറയാട്ടോ, നമ്മുടെ 1 ടൈം O2 ഫ്ലഷ് ചെയ്യുമ്പോൾ എത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ആണ് വരുന്നത് എന്നത് നിങ്ങൾക്കൊന്ന് കമന്റിൽ പറയുക. അപ്പോൾ O2 ഫ്ലഷും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ലോ പ്രഷർ സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെക്ക് ഫ്ലോ മീറ്റർ വർക്കിംഗ് പ്രോപ്പർലി. ഫ്ലോ മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യുക. ചെക്ക് ബോബിൻസ് റൊട്ടേറ്റിംഗ് ഓർ നോട്ട് ഗെറ്റ് സ്റ്റിക്കിംഗ്. അതായത് നമ്മുടെ ഫ്ലോ മീറ്ററിനകത്തുള്ള ബോബിൻസ് ചെക്ക് ചെയ്യേണ്ടത് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്താണ് ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ എയർ അത് പേഷ്യന്റിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കൺഫർമേഷൻ ആകുന്നത്. അതോടൊപ്പം അത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല അത് നമുക്ക് ഫ്ലോ എത്തുന്നുണ്ടോ, പേഷ്യന്റിലേക്ക് ആ ഫ്ലോ എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ ബോബിൻസ് ചെക്ക് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
Then vaporizer should alternately fill and tightly close. Vaporizer alternate ആയിട്ട് fill ചെയ്ത് വെക്കുക, ക്ലോസ് ചെയ്ത് വെക്കുക. നമുക്കറിയാം സെവോഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ ഈ രണ്ട് വേപ്പറൈസർ ഒരുമിച്ച് നമുക്ക് പോകില്ല. അറ്റ് എ ടൈം ഒരു ഇൻഹലേഷൻ ഏജന്റ് മാത്രമേ പേഷ്യന്റിലേക്ക് പോകുകയുള്ളൂ. അതും നമ്മുടെ അനസ്തീഷ്യ മെഷീന്റെ സേഫ്റ്റി ഫീച്ചറിൽ വരുന്നതാണ്. അനസ്തീഷ്യ മെഷീന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കാട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ദ O2 അനലൈസർ. O2 സെൻസർ ചെക്ക് ചെയ്യുക. ദെൻ ചെക്ക് സ്കാവഞ്ചിങ് സിസ്റ്റം ചെക്ക് ചെയ്യുക. സ്കാവഞ്ചിങ് സിസ്റ്റം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മൾ ഓൾറെഡി സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ചെക്ക് സോഡ ലൈം ഈസ് എക്സോസ്റ്റഡ് ഓർ നോട്ട്. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബന്റ് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ EtCO2 വേരിയേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ചെക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രഷർ ലീക്ക് ടെസ്റ്റ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രഷർ ലീക്ക് ടെസ്റ്റ് ചെയ്യുക. ദെൻ ചെക്ക് ദ ബ്രീത്തിങ് സർക്യൂട്ട് ലീക്ക് ടെസ്റ്റ്. ബ്രീത്തിങ് സർക്യൂട്ടിന്റെ ലീക്ക് ടെസ്റ്റും ചെയ്യുക. ഈ ലീക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. ദെൻ അനസ്തീഷ്യ വെന്റിലേറ്റർ. അനസ്തീഷ്യ വെന്റിലേറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെക്ക് ലീക്ക് ടെസ്റ്റ് വിത്ത് ടെസ്ലങ് ആൻഡ് സെറ്റ് ദ പാരാമീറ്റേഴ്സ്. ടെസ്ലങ് ഉപയോഗിച്ച് ലീക്ക് ടെസ്റ്റ് ചെയ്യുക. പാരാമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് അഡൾട്ട് പേഷ്യന്റിനാണെങ്കിൽ അതനുസരിച്ചുള്ള കേസിന് വേണ്ടിയുള്ള പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുക. ചൈൽഡ് ആണ് അല്ലെങ്കിൽ നിയോനേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ വെയിറ്റും കാര്യങ്ങളും അനുസരിച്ചുള്ള രീതിയിൽ വെന്റിലേറ്റർ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ മോഡ്സ്. അനസ്തേഷ്യ വെന്റിലേറ്ററിൽ 2 മോഡ്സ് ആണുള്ളത്, വോളിയം കൺട്രോൾ ആൻഡ് പ്രഷർ കൺട്രോൾ. ദെൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് TV ടൈഡൽ വോളിയം, PEEP പോസിറ്റീവ് ആൻഡ് എക്സ്പിരേറ്ററി പ്രഷർ, RR റെസ്പിരേറ്ററി റേറ്റ്, ദെൻ പീക്ക് FiO2 ഇൻസ്പിരേറ്ററി റേറ്റ്, ഇൻസ്പിരേറ്ററി റേഷ്യോ, എക്സ്പിരേറ്ററി റേഷ്യോ, ട്രിഗർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇതിന് ഓരോന്നിനും ഡെഫിനിഷൻസ് ഉണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും. അതിനാൽ തന്നെ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാൻ കൂടെ ചെയ്യുക കേട്ടോ. നമ്മുടെ ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ടൈഡൽ വോളിയം എന്ന് മാത്രമായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യനെ എക്സാമിന് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈഡൽ വോളിയം എന്താണെന്ന് നമുക്കറിയാം. പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെക്കുന്നതാണെന്നറിയാം. പക്ഷെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനി നെക്സ്റ്റ് മോണിറ്റേഴ്സിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെക്ക് ദ പവർ കോഡ് ആർ അറ്റാച്ച്ഡ് ആൻഡ് വെരിഫൈ ദ പവർ സപ്ലൈ. പവർ കോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പവർ സപ്ലൈ വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുക. ദെൻ സെറ്റ് ദ അലാം ലിമിറ്റ്സ്. അതായത് നമ്മുടെ ECGക്കായാലും NABPക്കായാലും SpO2-നായാലും നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അലാറം. അതായത് ഇപ്പോൾ 80ക്ക് താഴെ ആകുമ്പോൾ മാത്രം SpO2 അലാം അടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 80ക്ക് താഴെ എന്നുള്ള രീതിയിൽ ഒരു 79, 78 അലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. അതിനെയാണ് സെറ്റ് ദ അലാം ലിമിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ SpO2-നെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാറില്ല. ഒരു 95 ആ ലെവലിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുള്ളൂ. കാരണം ജനറൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിൽ മാക്സിമം 97, 98 തന്നെ ആയിരിക്കണം SpO2 മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന് താഴെ പോകാൻ നമ്മൾ എന്തായാലും അനുവദിക്കുന്നതായിരിക്കില്ല. ദെൻ എന്തൊക്കെ മോണിറ്ററിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ECG, NIBP, SpO2, EtCO2, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, IBP ഇൻവേഴ്സീവ് ബ്ലഡ് പ്രഷർ, CVP സെൻട്രൽ വീനസ് പ്രഷർ. അപ്പോൾ സെൻട്രൽ വീനസ് പ്രഷർ കത്തീറ്ററൈസേഷനും മോണിറ്ററിങ്ങും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ ചെന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.
ഇനി നമുക്ക് വെന്റിലേറ്റിംഗ് ആൻഡ് ഇൻറ്റുബേറ്റിംഗ് എക്യുപ്മെന്റ്സിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്ന് നോക്കാം. നമ്മളിപ്പോൾ LSCSനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു ഫീമെയിൽ പേഷ്യന്റിന് വേണ്ടി എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ET ട്യൂബ് ആണെങ്കിൽ 7.5 സൈസിലുള്ളത് എടുത്ത് വെക്കുക. ഗൈഡൽ എയർവേ 2-3 അതായത് ഗ്രീൻ യെല്ലോ കളർ എടുത്ത് വെക്കുക. റെഡ് ഉണ്ട്, റെഡ് നമ്മൾ 4 സൈസ് ആണ് മെയിൽസിനായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നേസൽ എയർവേ 26-28 എടുത്ത് വെക്കുക. LMA 3-4, ദെൻ ഫേസ് മാസ്ക് 3-4, ബുജി, കത്തീറ്റർ മൗണ്ട്, ലാരിഞ്ചോസ്കോപ്പ് വിത്ത് മെക്കിൻടോഷ് ബ്ലേഡ് 3-4 സൈസസിലുള്ളത് എടുത്ത് വെക്കുക. 3 സൈസിലുള്ള ബ്ലേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ കപ്പ് സിറിഞ്ച്, മാഗിൽ ഫോർസെപ്സ് അഡൾട്ട്, ദെൻ HME ഫിൽറ്റർ അഡൾട്ട്. ഇതെല്ലാം അഡൾട്ട് സൈസിലുള്ള എക്യുപ്മെന്റ്സ് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ എടുത്തു വെക്കേണ്ടതായിട്ടുള്ള പ്രീ മെഡിക്കേഷൻ ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗ്ലൈക്കോപാരലൈറ്റ്, ആന്റി കോളിനർജിക് ആയിട്ടുള്ളത്. ദെൻ മിഡാസോളം ബെൻസോഡൈസിപൈൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഫെന്റനൈൽ ഓർ മോർഫിൻ ഒപ്പിയോയിഡ്സ്. ദെൻ ഡെക്സ്മെഡിറ്റോമിഡിൻ ഈസ് റിക്വയർഡ്. നമ്മൾ ബേബി ഔട്ടായതിനു ശേഷം മാത്രമേ ഫെന്റനൈൽ സിട്രേറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളൂ. അതിന്റെ റീസൺ ഫെന്റനൈൽ സിട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ മെഡിസിനെ പറ്റിയിട്ട് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ായിരിക്കും. ദെൻ ഇൻഡക്ഷൻ ഏജൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രൊപ്പഫോൾ, കീറ്റമിൻ, എറ്റോമിനേറ്റ്, തയോപെൻറ്റോൺ എന്നിവയാണ്. ദെൻ ഇൻഹലേഷൻ ഏജന്റ് ആയിട്ട് സെവോഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിപ്പോൾ എല്ലാം എഴുതിയിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് വൈവയ്ക്ക് ഹൗ ടു പ്രിപ്പയർ OT for LSCS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഹെഡിങ് കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ എക്സാമിന് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും എഴുതിയത് ഇതേ ഫോർമാറ്റിലാണ്. ഈ ഫോർമാറ്റ് തന്നെയാണ് ഞാൻ ഈ സ്ലൈഡിലൂടെ പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിക്കുന്ന സാറുമാര് വേറെ രീതിയിലുള്ള ഫോർമാറ്റ്സ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. മാക്സിമം നല്ല സ്കോർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പോയിന്റ്സ് എഴുതാൻ ശ്രമിക്കാട്ടോ. ദെൻ മസിൽ റിലാക്സൻസിൽ സക്സിനൈൽ കോളിൻ, റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷൻ ആണ് നമ്മൾ കൂടുതലും LSCSന് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. കാരണം ഫുൾ സ്റ്റമക്ക് പേഷ്യൻ്റ് ആയത് കാരണം. ഓക്കെ, ദെൻ അട്രാക്യൂറിയം, വെക്രോണിയം ഇത് രണ്ടും നോൺ ഡീപോളറൈസിങ് മസിൽ റിലാക്സൻസിൽ വരുന്നതാണ്. മസിൽ റിലാക്സൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ എമർജൻസി ഡ്രഗ്സ് ആയിട്ട് അട്രോപ്പിൻ, അഡ്രിനാലിൻ, ഈസിക്സ് എപ്പിഡ്രിൻ, ദെൻ M6 മിഫെൻഡർമിൻ. ദെൻ റിവേഴ്സൽ ആയിട്ട് മയോസ്റ്റിക്മിൻ. ഞാൻ ചില ഡോക്ടേഴ്സ് നിയോസ്റ്റിക്മിൻ പ്ലസ് ഗ്ലൈക്കോ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ നിയോസ്റ്റിക്മിൻ പ്ലസ് അട്രോപ്പിൻ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണോ ലോഡ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. മറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ, അതോടൊപ്പം തന്നെ മെത്തർജൻ, പ്രോസ്റ്റഡിൻ ഇതൊക്കെ നമ്മുടെ എന്താണ് യൂട്രൈൻ കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും LSCS പേഷ്യൻസിന് എടുത്തു വെക്കണം. ബേബി ഔട്ടായതിനു ശേഷമായിരിക്കും നമ്മൾ ഈ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ടാവുക. കേസിൽ നിന്നവർക്ക് എന്തായാലും അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ. ദെൻ വാസോപ്രസേഴ്സ് ഓർ അയണോട്രോപ്സ്. ഇതിൽ വരുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് എഫിഡ്രിനും ഫിനൈലെഫ്രൈനുമാണ്. ഫിനൈലെഫ്രൈൻ എന്ന് പറയുന്നത് ഫ്രെനിൻ ആണ്. അപ്പോൾ ഓരോ ഡ്രഗ്സിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കാര്യമായിരുന്നു, വീഡിയോസ് ഡിലേ ആകുന്നുണ്ട്, എക്സാം ആകാറായി, ഞാനൊരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാണ്, അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് ഡിലേ ആകുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ദെൻ വാസോഡൈലേറ്റേഴ്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് NDG ആൻഡ് SNP. NDGയുടെ ഫുൾ ഫോം നൈട്രോഗ്ലിസറൈൽ, ദെൻ SNPയുടെ ഫുൾ ഫോം സോഡിയം നൈട്രോക്രൂസൈഡ് ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഫുൾ ഫോംസ് ഒക്കെ പഠിച്ചു വെക്കുക. ദെൻ ബീറ്റ ബ്ലോക്കേഴ്സിൽ വരുന്നത് എസ്മലോൾ, മെറ്റോപ്രലോൾ, ലബറ്റലോൾ. ദെൻ ആന്റി എമിറ്റിക്സിൽ ഓണ്ടാസെട്രോൾ, മെറ്റോക്ലോപ്രമൈഡ്. ദെൻ IV ഫ്ലൂയിഡ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് NSഉം RLുമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വൈവയ്ക്ക് എഴുതുമ്പോൾ ഇതുപോലെ ഹെഡിങ് എഴുതുക, എന്നിട്ട് ഇത് രണ്ടും എഴുതുക. ഓക്കെ, അങ്ങനെ തന്നെ എക്സ്റ്റേണൽ വൈവയ്ക്ക് എഴുതി പോയാൽ മതി. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എഴുതിയതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രീതിയിൽ ആണോ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനി നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ ആണെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ ആണെങ്കിൽ കൂടിയും GAക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എമർജൻസി ആയിട്ടായിരിക്കും GA വരുന്നത്. LSCS ആകുമ്പോൾ നമ്മളിവിടെ ഇൻറ്റുബേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അവരവിടെ ഇൻസിഷൻ ഇട്ട് ബേബി ഔട്ട് ചെയ്യാനുള്ള
സഫറിങ്ങിലായിരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ GAക്കുള്ള ഡ്രഗ്സ് ഉൾപ്പെടെ LSESന് നിങ്ങൾ എന്തായാലും എടുത്തു വെക്കുക കേട്ടോ, വിത്ത് ദ പെർമിഷൻ ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ്. ഇനി സ്പൈനൽ അനസ്തേഷ്യയ്ക്ക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സ്പൈനൽ സെറ്റിൽ ബൗൾ ഉണ്ടാകണം, സ്പഞ്ച് ഹോൾഡർ, ഹോൾ ടവൽ, ഗോസ് ഗൗൺ എന്നുള്ളതൊക്കെ ഉണ്ടാവണം. ഗോസ് ഗൗണ്, ഗ്ലൗസ്, 2% ലിഗ്നോക്കെയിൻ ലോക്കൽ വേണമെന്നുണ്ടെങ്കിൽ അതും എടുത്ത് വെക്കുക. ദെൻ നമ്മുടെ ബൂപ്പിവാക്സിൻ ഹെവി വിത്ത് ഡെക്സ്ട്രോസ്, ഇതിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ദെൻ ഫിൽറ്റർ നീഡിൽ ഉണ്ടായിരിക്കണം. സ്പൈനൽ നീഡിൽ 23, 25, 27. സ്പൈനൽ നീഡിൽസിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടേക്കർ, ക്യുങ്കി എന്നിവയിലുള്ള സ്പൈനൽ നീഡിൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലേതാണ് അനസ്തേഷ്യ ഡോക്ടറിന് വേണ്ടത് അതനുസരിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ 26 × 1.5 നീഡിൽ, ദെൻ ഗോസ്, സിറിഞ്ചസ്, ഇതൊക്കെ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് സ്പൈനലിന് സെറ്റ് ചെയ്യുന്നത് എന്നതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. കാരണം നമുക്ക് ഓരോ ഹോസ്പിറ്റൽസിലും ഓരോ രീതിയായിരിക്കും. ചിലയിടത്ത് സ്പൈനൽ സെറ്റ് നമ്മളായിരിക്കും ആ സമയത്തെല്ലാം റെഡിയാക്കുന്നത്, ചിലയിടത്ത് ഓൾറെഡി അത് സെറ്റായിട്ട് തന്നെ ഉണ്ട്, ചിലയിടത്ത് CSSTയിൽ കൊടുത്തുവിട്ട് നമ്മൾ എടുക്കുന്നതുണ്ട്. പലയിടത്തും പല രീതിയാണ്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ നടക്കുന്നത് എന്നൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ അതർ എക്യുപ്മെന്റ്സ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹഡ്സൺ മാസ്ക്, ദെൻ IV കാനുല. IV കാനുല ഉണ്ടെങ്കിൽ എന്ത് മെഡിക്കേഷൻസ് ആയാലും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ IV സെറ്റ്, സിറിഞ്ചസ്, വെഡ്ജ് നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഏത് സൈഡിലാണ് വെഡ്ജ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ LSES പേഷ്യന്റ് ഏത് സൈഡിലാണ് നമ്മൾ വെഡ്ജ് വെക്കേണ്ടത് എന്നതുകൂടി ഒന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. എന്നിട്ട് എന്തുകൊണ്ട് വെഡ്ജ് വെക്കുന്നു, ഏത് സൈഡിൽ അത് വെക്കുന്നു, എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് സെക്ഷനിൽ പറയുക. എൻ്റെ ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വെഡ്ജ് എന്തിനാണ് LSES പേഷ്യന്റ് വെക്കുന്നത്, ഏത് സൈഡിലാണ് വെക്കുന്നത്, അത് വെക്കുന്നതിന്റെ ഉപയോഗം എന്താണ് എന്നതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ദെൻ അഡ്ഹീസീവ് ടേപ്സ് ആൻഡ് പ്ലാസ്റ്റേഴ്സ്, സ്പിരിറ്റ് സ്വാബ്, ഗോസ്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിയോനേറ്റൽ റീസസ്റ്റിറ്റേഷൻ. ഇതുപോലെ ഹെഡിങ് എഴുതി തന്നെ പോയിന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതണം. ഈ ഒരു കാര്യം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. എക്സ്റ്റേണൽ വൈവയ്ക്കായാലും ഇന്റേണൽ വൈവയ്ക്ക് എക്സാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ടോട്ടൽ ആയിട്ടുള്ള എക്സാമിലായാലും ഈ ഒരു പോയിന്റ് LSES എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് റേഡിയന്റ് വാമർ ഓർ ബേബി വാമർ ഉണ്ടായിരിക്കണം. ദെൻ വാമറിനോടൊപ്പം തന്നെ O2 സിലിണ്ടർ, സക്ഷൻ അപ്പാരറ്റസ്, നിയോനേറ്റൽ മാസ്ക്, സക്ഷൻ കത്തീറ്റർ, നിയോനേറ്റൽ ആംബു ബാഗ്, ദെൻ മില്ലറിന്റെ ലാരിഞ്ചോസ്കോപ്പ് ഉണ്ടാകണം. ET ട്യൂബ് സൈസ് 2.5 3 ഒക്കെ ഉണ്ടായിരിക്കുക. Then pediatrician should be there to receive baby റിസീവ് ചെയ്യാൻ പീഡിയാട്രീഷ്യൻ ഉണ്ടായിരിക്കണം, മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത്. ദെൻ നിയോനേറ്റൽ റീസസ്റ്റിറ്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും അറേഞ്ച്ഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വൈവയ്ക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ ഹെഡിങ് എഴുതി ഇതേ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ എക്സാമിന് ഞാൻ എഴുതിയ ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിലൂടെ ഞാൻ കാണിച്ചു തന്നത്. അതോടൊപ്പം എനിക്ക് ഇതിന് ഫുൾ മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിലബസ് മാറിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. അതോടൊപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് ഇതിൽ കൂടുതൽ പോയിന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം അതും ആഡ് ചെയ്ത് കൂടുതൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കോഴ്സ് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി എന്തൊക്കെ പോയിന്റ്സ് ആണ്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിലേ ഇല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.